മെയ് 2 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ ഗ്ലൂവിയാസ്, വിശുദ്ധ ജർമാനൂസ്, വിശുദ്ധ ഫെലിക്സ്, വിശുദ്ധ വിൻഡേമിയാലിസ്, വിശുദ്ധ ലൊഞ്ചിനൂസ്, വിശുദ്ധ എറുജീൻ, വിശുദ്ധ നെയോപോളുസ്, വിശുദ്ധ ജർമാനിസ്, വിശുദ്ധ സെലസ്റ്റിൻ, വിശുദ്ധ സത്തൂർണിയൂസ്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ തെയോഡോറസ്. വിശുദ്ധ അത്തനേഷ്യസ് 296-373 കാലഘട്ടത്തിലാണ് വിശുദ്ധ അത്തനേഷ്യസ് ജീവിച്ചിരുന്നത്. 3-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ജനിച്ചു. നിക്യ സുന്നഗദോസ് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ 45 വർഷം അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസായിരുന്നു അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ച നിക്യ സുന്നഗദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ അദ്ദേഹം ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻ സെയിന്റ് അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭിഗമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകനുമാണ്. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നെങ്കിലും സമാധാനപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ. 325 നിക്യ സുന്നഗദോസിൽ വെച്ച് അത്തനേഷ്യസിന്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സുന്നഗദോസിൽ വാദിച്ചു. സുന്നഗദോസ് കഴിഞ്ഞ 5-ാം മാസം അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസായിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പ് വിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ പാഷണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം നേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ കാത്തു. അത്തനേഷ്യസിന് ശത്രുക്കളെന്ന പോലെ മിത്രങ്ങളും ഉണ്ടായിരുന്നു. 5 തവണയായി 17 വർഷങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതിന്റെ പേരിൽ അത്തനേഷ്യസിന് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാൻഡ്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിന്റെ സ്വീകരണം പോലെയെന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യൻസ് എന്നാണ്. അപ്പസ്തോലന്മാർക്ക് ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ സമ്യക്കായി പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ് എന്നാണ് കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഡതയുടെ വിവിധ വശങ്ങളെപ്പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം തപോജീവിത പ്രചാരണത്തിനായി വളരെ ഉപകരിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവപുത്രനായ ഈശോ, പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് നീങ്ങാം. വിശുദ്ധനായ അത്തനേഷ്യസെ, തിരുസഭ അധികാരികൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.